കുറേ ദിവസങ്ങളിലായി അമ്മയിലെ ചേരിപ്പോരും അംഗങ്ങൾക്കിടയിലെ തർക്കങ്ങളും വാർത്താ മാധ്യമങ്ങളിൽ നിറയുകയാണ്. പ്രത്യേകിച്ച് കഥയും കാമ്പുമില്ലാത്ത അമ്മയിലെ ഇത്തരം തർക്കങ്ങളും വിവാദങ്ങളും റിപ്പോർട്ട് ചെയ്യാനില്ല എന്നതാണ് ബിഗ് ടിവിയുടെ നിലപാട്. എന്തെങ്കിലും വാർത്താ പ്രാധാന്യമുള്ള ജനങ്ങളിലേക്ക് എത്തേണ്ടുന്ന ഒരു കാര്യം ജനറൽ ബോഡിയിൽ ഉണ്ടായാൽ മാത്രമായിരിക്കും ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യുക. അതെനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. ഒരു ന്യൂസ് ചാനൽ എടുത്ത തീരുമാനം. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, അല്ലെ, പൊതുസമൂഹത്തെ ബാധിക്കുന്ന കാര്യം ആണ്. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന കാര്യമാണ്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെങ്ങനെ പൊതുസമൂഹത്തെ ബാധിക്കും? നിങ്ങൾ സിനിമാക്കാരല്ലേ? സിനിമാക്കാർ ഈ സമൂഹത്തിലുള്ള ആൾക്കാരാണ്. പല സിനിമകളിലൂടെയാണ് നമുക്ക് അപ്ഗ്രേഡ് ആയിട്ട് നമ്മൾ മുന്നോട്ടുള്ള ചിന്തകൾ വരുത്തിയിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഇതിനുള്ളൊരു ഉദാഹരണം. ഇപ്പോൾ പണ്ട് അഴകിയ രാവണൻ സിനിമ ഫ്ലോപ്പായതിൻ്റെ ഒരു റീസൺ എന്തായിരുന്നു? വെർജിനിറ്റി നഷ്ടപ്പെട്ട നായികയെ മമ്മൂക്കയെ പോലൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നായകൻ സ്വീകരിച്ചു എന്നുള്ളതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലേ? പക്ഷേ മായാനദി ഇറങ്ങിയപ്പോൾ എന്തായി? സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്നുണ്ട്, അല്ലേ? അത് സ്ത്രീയല്ലേ പറഞ്ഞത്, അല്ലേ? അല്ലേ, ആ കഥാപാത്രം അത് അക്സെപ്റ്റ് ചെയ്തില്ലേ നമ്മള്? അത് അഴകിയ രാവണൻ സിനിമ ഇറങ്ങിയ സമയത്തായിരുന്നു ആ ഡയലോഗ് പറഞ്ഞതെങ്കിൽ മായാനദി ഫ്ലോപ്പായി പോകുമായിരുന്നു, അല്ലേ? പക്ഷെ അത് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു സിനിമകളിലൂടെ. സിനിമ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സിനിമകൾ ഇപ്പൊ നാരായം സിനിമ, അല്ലേ? മുരളി സാറും, എനിക്കത് പറയുമ്പോൾ തന്നെ ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ഉർവശി ചേച്ചി, ജഗദീഷ് ചേട്ടനൊക്കെ അഭിനയിച്ച് ഭയങ്കര രസമുള്ളൊരു സിനിമയാണത്. നമ്മുടെ കേരള സമൂഹത്തിന്റെ ഒരു രാഷ്ട്രീയ ബോധം കാണിക്കുന്ന ഒരു സിനിമ. അത് കണ്ടിട്ട് ഇപ്പോഴും കണ്ട ഗൂസ്ബംസ് അടിക്കുമല്ലോ ആ പടം കണ്ട. അത് സ്വാധീനിച്ചിട്ടുണ്ട് നമ്മളെ. എത്ര സിനിമകൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ് സിനിമ. എത്ര സിനിമകൾ കണ്ടിട്ട് ചിലർ പറയും ക്രൈം ചെയ്യുന്നു സിനിമകൾ കണ്ടിട്ടെന്ന്. സിനിമകൾ കണ്ടിട്ട് എത്ര നന്നായ ആൾക്കാരുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ സിനിമ. ആ സിനിമ അതിൽ പറയുന്നത് ഭാര്യ ഭർത്തൃ റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. ആ സിനിമ ഞാൻ കോഴിക്കോട് നിന്നാണ് കാണുന്നത്, കൈരളി തിയേറ്ററിൽ നിന്നാണ് തോന്നുന്നു കാണുന്നത്. ഞാനും എൻ്റെ ഉമ്മയും കൂടെ പോയി കണ്ടത്. അപ്പം ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ, അമ്മയും മോളായിട്ട് അവിടെ ഇരിക്കുന്നത്. ബാക്കി മെജോറിറ്റിയും കപ്പിൾസാണ് ഇരിക്കുന്നത്. അപ്പോൾ പടം കാണാൻ ഇങ്ങനെ വളരെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടവരായിരുന്നു. ഈ പടം കഴിഞ്ഞപ്പോൾ കൈകൾ കോർത്ത് പിടിച്ചിറങ്ങിയ ആൾക്കാരെ ഞങ്ങൾ കണ്ടത്. അപ്പം അന്ന് ഞാൻ ആലോചിച്ചു, അത് എന്തുമാത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ പറയുന്ന ഒരു കഥ അതായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം. അപ്പോൾ പെട്ടെന്ന് ഈ പടം കഴിഞ്ഞപ്പോൾ അയ്യോ ഞാൻ എൻ്റെ ഭാര്യയെ ശ്രദ്ധിച്ചില്ലേ, ഞാൻ എൻ്റെ ഭർത്താവിനെ ശ്രദ്ധിച്ചില്ലേ എന്നുള്ളൊരു തോന്നൽ പരസ്പരം വന്ന് അറിയാതെ കൈകോർത്ത് പിടിച്ച് ഇറങ്ങിയ ആൾക്കാരാണ് അവർ. അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സിനിമ. അപ്പോൾ സിനിമ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ തന്നെ ജീവിക്കുന്ന, ഇവിടെ തന്നെ എല്ലാ അവകാശങ്ങളുള്ള പൗരന്മാരാണ് ഈ പറഞ്ഞ അമ്മ സംഘടനയിലുള്ളതും. അപ്പോൾ ആ വിഷയം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അകത്ത് ഇരിക്കുമ്പോൾ അത് ആ സംഘടനയ്ക്ക് അകത്ത വിഷയമാണ്. പക്ഷെ ആ വിഷയങ്ങൾ പുറത്തെത്തിക്കഴിഞ്ഞാൽ സമൂഹത്തിന്റെ വിഷയമാണ്. അത് സാമൂഹിക വിഷയമല്ലാതാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല.